ജൂപ്പിറ്റർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ അങ്കണത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ആ ചേർത്ത് പിടിക്കലുകൾ കൊണ്ട് മാത്രം ജീവിച്ചു പോകാവുന്ന ഇടം തന്നെയാണ് നമ്മുടെ നാട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനെ അതിലംഘിക്കാനാണ്, അതിനെ മറികടക്കാനാണ് ഇന്ന് പലപ്പോഴും പല സ്ഥലത്തും ആൾക്കാർ പതുങ്ങി ഇരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലഹരി എന്ന് പറയുന്ന സാധനം. അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് പേരുകളുണ്ട്, MDMA എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന. നമ്മളൊക്കെ MA ഒക്കെ പഠിച്ച ആൾക്കാരാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ലഹരി MA ഒക്കെ പഠിച്ചിട്ടുള്ള MDMA ഒക്കെയാണ് ഇപ്പം വന്നിരിക്കുന്നത്. നിങ്ങളറിയാം, ഒരു പരല് പോലത്തെ കർപ്പൂരത്തരി പോലെയുള്ള സാധനം എടുത്തിട്ട് മൊബൈലിന്റെ മുകളിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചുരണ്ടിയിട്ടൊക്കെ മൂക്കിലേക്കും വായിലേക്കും കണ്ണിലേക്കും ഒക്കെ വലിച്ചു കയറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ പേരൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ തർക്കം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പേരന്റിങ്ങിന്റെ തകരാറ് തന്നെയാണത്. അതിനെ മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വസ്തുക്കൾ കാണുമ്പോൾ അതിനോട് നോ പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ എത്രത്തോളം ചങ്കൂറ്റം മാതാപിതാക്കൾക്കുണ്ട്, അതുപോലെ ഇരിക്കും നമ്മുടെ കുട്ടികളുടെ ഭാവി എന്നുള്ള കാര്യം. ഞാൻ എന്റെ മകനെ പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എങ്ങനെ ഇത്തരം വസ്തുക്കളോട് നോ പറയാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ പഠിക്കണം എന്ന് പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തത് അവന്റെ ഏതെങ്കിലും ഒരു, നിങ്ങളിപ്പോ പറയും ലഹരി എന്ന് പറയുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ സ്കൂളിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ, സ്കൂൾ തുറന്ന സമയമാണല്ലോ, സ്കൂളിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികള് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം പോലും ഇല്ലാതെ, +2 പഠിക്കുന്ന കുട്ടികൾ ഉച്ചഭക്ഷണം പോലും ഇല്ലാതെ, പ്രത്യേകിച്ചിട്ട് നമ്മുടെ പെൺകുട്ടികള് ലേസ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, പാക്കറ്റുകൾ എടുത്തിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. നിങ്ങൾ വിചാരിക്കും എന്തിനാ ലേസ് എന്ന് പ്രശ്നമുള്ളത് എന്ന് ചോദിക്കും. വിൽക്കുന്നതല്ലേ, പരസ്യമായിട്ട് വിൽക്കുന്നില്ലേ, ഇങ്ങനെ മാറാല പോലെ തൂക്കി കിടക്കുന്ന സംഗതിയല്ലേ, സ്റ്റേഷൻ എല്ലാ പെട്ടിക്കടകളിലും ഉണ്ടല്ലോ, നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കും. പക്ഷെ 1-ാം നമ്പർ വിഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് തുല്യമാണ് അതെന്ന് എത്ര പേർക്ക് ഇന്നറിയാം. ഇതിലൂടെയാണ്, ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികളെ ലഹരിയിലേക്ക് എത്തുന്നത്. ഒരു സംശയം അതിൽ വേണ്ട. ഇത് തീരെ പോരാതെ വരുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ മറ്റ് ലഹരികളിലേക്കൊക്കെ പോകുന്നതെന്ന് ഓർക്കുക. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോ ചിപ്സ് എന്നൊക്കെ പറയുന്ന ഉരുളക്കിഴങ്ങിന്റെ ചിപ്സ് ഒക്കെ കൊണ്ട് നമ്മൾ ചിലപ്പോൾ വരും. ആ പൊട്ടറ്റോ ചിപ്സ് അടക്കം അമിതമായിട്ടുള്ള ഷുഗറും പ്രഷറും ഒക്കെ ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ ഉപ്പ് അംശം ചേർന്നിട്ടുള്ള ഈ സാധനമാണ് ആഴ്ചയ്ക്ക് 4-5 പാക്കറ്റ് നമ്മുടെ കുഞ്ഞുങ്ങള് ഒരു 10-15 വർഷത്തോളം ആഹരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളെ സംസ്ഥാനം പ്രഷറിന്റെയും ഷുഗറിന്റെയും 1-ാം സ്ഥാനത്തേക്ക് കുതിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, കുതിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പറയും ആരോഗ്യ രംഗത്തൊക്കെ നല്ലത്, ശരിയാണ്, ആരോഗ്യ രംഗത്ത് അധികൃതർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പേരൻസ് ശ്രദ്ധിക്കുന്നില്ല. ആ പേരൻസ് ഇതാണ് നമ്മുടെ കുട്ടികൾ പിന്നെ ടൗണിലൊക്കെ പോയിട്ട് വരുമ്പോ, പഠനക്കാരൊക്കെ പോയിട്ട് വരുമ്പോ കുട്ടികൾക്ക് ഒരു പാക്കറ്റ് അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാധനം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഗംഭീരായി, നല്ല അച്ഛനും നല്ല അമ്മയുമായി. ഇത്രത്തോളം വിഷം വാങ്ങിക്കൊടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ എന്ത് പേരൻസ് ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ? ഇതാണോ യഥാർത്ഥ പാരന്റിങ് എന്ന് പറയുന്നത്? അവിടെ തുടങ്ങുന്നു, ചുരുക്കങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു കുട്ടികൾക്ക്. അതിലൂടെയൊക്കെ ഇവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, അടിമത്തപ്പെടുത്തുകയാണ്, അടിമത്തത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾ എന്ത് കുട്ടികൾക്ക് തിന്നണം, ഏത് രീതിയിലാണ് അവർ ആഹരിക്കേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള കാലം അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ ഒരു തരത്തിലും, അല്ലെ അവരെ ചേർത്ത് പിടിക്കേണ്ടത് ഇത്തരത്തിലുള്ള അവരുടെ ആവശ്യപ്പെടുന്നത് എന്തും വാങ്ങിച്ചു കൊടുത്തിട്ടല്ല. ഇപ്പോ ആ രീതിയിലേക്കുള്ള ഒരു നീക്കം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് അവന്റെ, ഇപ്പൊ നമ്മളെ അച്ഛൻ എങ്ങനെയാണ് ഈ പൈസയൊക്കെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇങ്ങനെ പിന്നെ ഭക്ഷണം വാങ്ങി കൊടുത്തരുന്നത്, അല്ലെങ്കിൽ എനിക്ക് നല്ല കുപ്പായം വാങ്ങി തരുന്നത് എങ്ങനെ എന്ന് ആലോചിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. എത്രത്തോളം ഭയങ്കര ശ്രമപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അമ്മയും മറ്റും അവനെ പഠിപ്പിക്കുക, അച്ഛനും മറ്റും അവനെ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിക്കുന്നതിലൂടെ ആ ചേർത്ത് പിടിക്കലുകളാണ് വേണ്ടത്. അല്ലാതെ അവൻ ആവശ്യപ്പെടുന്നത് സൈക്കിൾ വാങ്ങുമ്പോൾ ചോദിക്കുമ്പോൾ അത് വാങ്ങിക്കൊടുക്കും, മറ്റെന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുമ്പോൾ ചോദിക്കുമ്പോൾ അത് വാങ്ങിക്കൊടുക്കും. ആ രീതിയിലുള്ള പാരന്റിങ് യഥാർത്ഥ പാരന്റിങ് അല്ല എന്ന് പറഞ്ഞതാണ് ഞാൻ SI സാർ പറഞ്ഞതിൽ നിന്ന് ചുവടുവെച്ചിട്ടാണ് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമകളാക്കാൻ വേണ്ടിയിട്ട് പിന്നീടുള്ള ലഹരി കുറിച്ച് സാർ പറഞ്ഞു. ഈ ഇത്തരത്തിലുള്ള അതിഭീകരമായിട്ട് ഒരു സംശയവും വേണ്ട. നമ്മുടെ ഇവിടെ ചുറ്റുപാടുമുള്ള മിക്ക കടൽ തീരങ്ങളിലും പാലത്തിന്റെ മുകളിലും അതുപോലെ തന്നെ ഇരുട്ട് വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു 17 വയസ്സ് മുതൽ 16 വയസ്സ് മുതലുള്ള കുട്ടികൾ അതിഭീകരമായിട്ട് ഈ സാധനം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം,
ഇത്തിരി ലഹരി ഉണ്ടായിട്ട് എന്തേ പോലീസ് എന്താ? ഞാൻ ഉറപ്പിച്ചു പറയാം, ഇത് ഇത്രത്തോളം തികഞ്ഞ പരാജയത്തിൽ തന്നെയാണ് നമ്മുടെ പോലീസൊക്കെ ഉള്ളത്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ളത് എന്നുള്ള സംശയമൊന്നുമില്ല. ഏത് സാറിന്റെ നമ്മളിത് പറഞ്ഞൊരു ഇത്രയും വിശാലമായ സ്ഥലത്ത് ഒരു 40-50 പോലീസുകാരുണ്ടെങ്കിൽ ഒന്നും ആവില്ല. ആ പാറ്റേൺ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പാറ്റേണിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് അവരെ പിടിക്കണമെങ്കിൽ ഇത്തരം റെസിഡൻസ് അസോസിയേഷനുകളുടെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ഈ സ്ഥലത്തേക്ക് ആര് കടന്നു വരുന്നു, നമ്മുടെ ഈ നാട്ടിലേക്ക് ആരാണ് അപരിചിതരായിട്ട് കടന്നു വരുന്നതെന്ന് ഇപ്പൊ CCTV വെക്കേണ്ട കാര്യം പറഞ്ഞു. ഇപ്പം ഈ നീലേശ്വരത്ത് നല്ല രീതിയിൽ വളരെ സജീവമായിട്ട് അവിടുത്തെ വ്യാപാരികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് CCTV വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെങ്കിലും CCTV വെച്ചിട്ട് ഒരു നിരീക്ഷണം ക്യാമറ വെച്ചിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതുകൂടി നമുക്ക് ഈ സ്നാച്ചിങ് പോലുള്ള സാധനങ്ങൾ, പിടിച്ചു പറിയുള്ള സാധനങ്ങളൊക്കെ സംഗതികളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതൊക്കെ ഒരു സുരക്ഷയുടെ ഒരു വഴി. ഞാൻ പോലീസിന്റെ പരാജയം എന്തുകൊണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ എത്തുമ്പോഴേക്ക് തന്നെ അവിടുന്ന് ആൾക്കാർക്ക് മാറിപ്പോയിട്ടുണ്ടാവും. പിടിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒളിപ്പിച്ചു. ഇതിന്റെയൊക്കെ വിപണനം നടക്കുന്നത് പോലും പലപ്പോഴും ഇത് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടും. അതിന്റെ ട്രാക്കിങ്, അതിന്റെ പിന്നെ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ട്രാക്കിംഗ് എടുത്തിട്ട് ഓൺലൈനിൽ കൊടുത്തിട്ടാണ് ഇത് വിപണനം നൽകുന്നത്. പൈസ ഓൺലൈനായിട്ടോ മറ്റോ കൊടുക്കും. അപ്പൊ അതിനുള്ള ഒരുപാട് വഴികൾ ഇപ്പം ഉണ്ട്. നൂതന വഴികൾ കുട്ടികൾക്ക് അറിയാം. നിങ്ങൾക്കറിയാം, നിങ്ങളെ ഒരു പക്ഷെ നമ്മൾക്കൊക്കെ അറിയാവുന്നതിന് അപ്പുറമാണ് ഇന്നത്തെ കുട്ടികൾക്ക്. ഈ ഒരു മൊബൈൽ കൊടുത്തു നോക്ക് നിങ്ങൾ, അതിന്റെ എല്ലാ A to Z കാര്യങ്ങൾ കുട്ടികൾ ചെയ്തു തരും. അപ്പൊ അത്തരത്തില് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, നമ്മൾ 4GB മെമ്മറി ഉള്ളവരാണെങ്കിൽ അവർ 8GB മെമ്മറി ഉള്ളവരാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള അവരുടെ മെമ്മറിയെ നമ്മൾ ചോദ്യം ചെയ്യരുത്. അതുകൊണ്ട് അതിനെ അനുഗുണമായിട്ട് നല്ല ഗുണമുള്ളതായിട്ട് അവരെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാവും നമുക്ക്. ഇത്രയും അനുഭവ പരിചയമുള്ള 10, 50, 100 വയസ്സൊക്കെ വരെ അല്ലെങ്കിൽ 80 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന നമ്മള് ആ അനുഭവ പരിചയമുള്ള ആർജവത്തോടെ, ആ തഞ്ചേടത്തോട് കൂടിയിട്ട് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മക്കളെ പിന്നെ നമുക്ക് അനുഗുണമായിട്ട് എടുക്കാൻ പറ്റില്ല? ഓരെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് രാത്രി 12 മണിക്ക് ഒരു വിളി വന്നു സ്റ്റേഷനിൽ.